കിച്ചൂസേ നിന്റെ പുറകിൽ എന്താണ്? എന്തോ ഒരു കള്ളത്തരായിട്ട് വന്നിട്ടുണ്ടല്ലോ. അടുത്ത ചലഞ്ച് എന്താണ്? പറയേ. ഇതൊരു ചലഞ്ച് അല്ലല്ലോ, ഇത് എളുപ്പപ്പണിയാണല്ലോ. എങ്ങനെയാ അലിയിച്ചിട്ടോ? ആ, ഒരു കഷ്ണം പൊട്ടിക്കുന്നു, അലിയിക്കുന്നു, കഴിക്കുന്നു. അങ്ങനെയല്ല, പൊട്ടിക്കാൻ പാടില്ല, അങ്ങനെ കഴിക്കണം. ഇത് ഫുള്ളും കഴിക്കണം, പൊട്ടിക്കാൻ പാടില്ല. കുറച്ച് പണിയാണല്ലോ, കുറച്ച് പണിയാണ് അല്ലേ? ഒന്ന് നോക്കട്ടെ, നമുക്ക് അങ്ങനെ കഴിക്കാൻ പറ്റുമോ നോക്കട്ടെ. ലച്ചുവിന്റെ ബിസ്ക്കറ്റ് കഴിക്കൽ കഴിഞ്ഞു. കാരണം ലച്ചു ബിസ്ക്കറ്റിന് വേണ്ടി വായി നോക്കി നിൽക്കുകയാണ്. അയ്യോ, ലച്ചുവിന്റെ ദാവുന്നുണ്ടോ? ഒരു ബിസ്ക്കറ്റ് എടുത്ത് തുറന്നു കൊടുക്കൂ. ബിസ്ക്കറ്റ് എടുത്തിരിക്കുകയാണ്, അവൾക്കെടുത്ത് കൊടുത്തു. അപ്പൊ ഞാനൊരു ബിസ്ക്കറ്റ് ലിക്കി ഇതിട്ട് ഇത് അലിച്ച്. ലച്ചു, ചേച്ചി ചെയ്യുന്ന പോലെ കടിക്കാതെ ബിസ്ക്കറ്റ് കഴിച്ചേ. കടിക്കാൻ പാടില്ല, നാവുകൊണ്ട് നക്കി നക്കി കഴിക്കണം. പറ്റുവോ? നക്കി നക്കി കഴിച്ചോളൂ കേട്ടാ, കടിക്കാൻ പാടില്ലേ. ഈശ്വരന്മാരേ, ഇത് ഇന്ന് തീരുമോ എന്തോ. അലിച്ചപ്പോ നമ്മുടെ വാഴക്കിന്റെ ചായ മുക്കി കഴിയാൻ വരില്ല, അതുപോലെ വന്നിട്ടോ. ലച്ചു കടിക്കുന്നില്ലല്ലോ, ലച്ചു നക്കിട്ടല്ലേ കഴിക്കുന്നേ. നിന്നെയൊക്കെ പിന്നിലാക്കി പോയിട്ടോ, എനിക്ക് തോന്നുന്നു ലച്ചാണ്. നമുക്ക് ഇവിടെ തന്നെ ഇരിക്കുക. കിച്ചു വെള്ളം വേണ? ഞാനോ? നമ്മുടെ വായത്തെ വെള്ളം കൊണ്ട് വേണം. അപ്പൊ കൊണ്ട് ഞാൻ കുറച്ച് തുപ്പല ഉണ്ടാക്കിട്ട്. ഇതെന്തുവാടേ, കാണുന്നവർക്ക് അറപ്പാവും. അങ്ങനെ ചെയ്താലേ തീരൂ. നായ നിങ്ങളിപ്പോ ശ്രദ്ധിക്കണം, ഇപ്പൊ കൊറേ പേ പിടിച്ച നായ്ക്കൾ ഇറങ്ങിണ്ട്. ഇവിടെ ഫുൾ ഒരു ജാതി ശബ്ദം ഉണ്ടാക്കുന്ന നായ്ക്കൾ ഇങ്ങനെ ഓടും. കുഞ്ഞിക്കാന്താരി, എന്തായി കുഞ്ഞിക്കാന്താരി? കടിക്കാൻ പാടില്ല, നക്കി കഴിക്കണം. നക്കിയിട്ടല്ല ഞങ്ങള് കഴിക്കണേ, ഞങ്ങള് കടിച്ചു കഴിക്കുന്നുണ്ടോ എന്നൊരു സംശയം ഉണ്ടാ. പറയുമ്പോ മാത്രം കാന്താരി എന്ത് ചെയ്യും? നക്കി കഴിക്കും, അല്ലാത്തപ്പോ കടിച്ചു കഴിക്കും അല്ലേ? കാന്താരി നക്കി നക്കി കഴിക്കണം. ഒരു ബിസ്ക്കറ്റ് തിന്നതാണ് കേസ് ഈ കാണുന്നേ. ലോകം കീഴടക്കിയ പോലെ ഉണ്ട്. അയ്യോ, അതും കള്ളത്തരായിരുന്നു. ഉഡായിപ്പിന്റെ ആശാത്തി.